നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. Thank you. കുഞ്ഞിനെ ഇതുവരെ ഒന്ന് കാണാൻ പറ്റിയിട്ടില്ല. ഇന്നലെ അത് ആലോചിച്ചിരുന്നിട്ട് ഒന്ന് ഉറങ്ങാൻ കൂടെ പറ്റിയിട്ടില്ല. കുറച്ചു കഴിയുമ്പോ അവര് മോളെ കാണാൻ വേണ്ടി വിളിക്കും. അപ്പ കാണാലോ ചേച്ചിക്ക്. ആ അതെ, ആ ഒരൊറ്റ പ്രതീക്ഷയിലെ വീണ ആലീസ് ഇരിക്കുന്നത്. ഇവരെന്താ ഇത്രയും നേരമായിട്ട് വീട്ടിലേക്ക് പോകത്തത്? ആർക്കറിയാം. അവരുടെ രീതികളും സംസാരവും ഒക്കെ കേൾക്കുമ്പോ എനിക്കെന്തോ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ചിലപ്പോ എന്റെ മനസ്സിൽ തോന്നിയതാവാം. ഇത്തരം അവസ്ഥയിൽ കൂട്ടുവന്നിരിക്കുമ്പോ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ വെറുതെ. അവരെന്തായാലും വീട്ടിൽ പോയിട്ട് വരട്ടെ, അത് പറഞ്ഞേക്കാം. ഓ, അതെ ഹരി, നിങ്ങൾ രണ്ടുപേരും വേണമെങ്കിൽ വീട്ടിൽ പൊക്കോളൂ. വീണയുടെ കുഞ്ഞിന്റെ അടുത്ത് ഞങ്ങളുണ്ടല്ലോ. അല്ല, അതെങ്ങനെ ശരിയാവുക? അതല്ലേ അതിന്റെ ശരി. കുഞ്ഞിന്റെ കാര്യം ഞങ്ങളല്ലേ നോക്കേണ്ടത്. അങ്ങനെയല്ലേ ബെനിച്ച? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളാണ് നോക്കേണ്ടെന്നോ? അപ്പൊ പിന്നെ ഞങ്ങൾ ആരാ? എടാ ദേ ഇത്. ആ ഡോക്ടർ. വീണ, ആർ യു ഓക്കേ നൗ? എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടോ? ഇല്ല. കുഞ്ഞിനെ കാണണ്ടേ? NICU പോയി കുഞ്ഞിനെ ഒന്ന് കാണ്. മാഡം, കുഞ്ഞിപ്പോ സേഫാണ്. ഹോ ഈശ്വര. അല്പം മോഡേൺ ആയിട്ടുള്ള ചികിത്സ കൂടി കുഞ്ഞിന്റെ കാര്യത്തിൽ വേണ്ടിവരും. അത് മരുന്നുകൊണ്ടുള്ള ചികിത്സയല്ല. കുഞ്ഞിന്റെ ദേഹത്തെ ഊഷ്മാവ് ക്രമീകരിക്കാൻ ഒരു സപ്പോർട്ടാണ്. അതിനെ കങ്കാരു കെയർ എന്ന് പറയും. അമേരിക്കക്കാര് കണ്ടുപിടിച്ച് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന ഒരു രീതിയാണ്. അമ്മയുടെ ദേഹത്ത് നഗ്നമായ നെഞ്ചില് കുഞ്ഞിനെ കിടത്തുകയും രണ്ടുപേരുടെയും ശരീര ഊഷ്മാവുകൾ തമ്മിൽ ക്രമീകരിക്കുകയും ചെയ്യുന്ന രീതിയാണ് കങ്കാരു കെയർ. അത് ആവശ്യമായി വരുന്ന കുട്ടികളിൽ അമ്മയ്ക്ക് തീരെ അത് പറ്റുന്നില്ലെങ്കിൽ അച്ഛനും അത് ചെയ്യാവുന്നതാണ്. വീണ ഓക്കെ അല്ലേ? എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ഡോക്ടറെ. എനിക്ക് ഐസിയിലേക്ക് കയറുമ്പോ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോ ബോധം മറിയുന്ന പോലെ തോന്നും. ഇതെന്നെ ഓക്കെ. നിങ്ങളൊന്ന് ഡിസൈഡ് ചെയ്തിട്ട് പറയൂ. ഐ വിൽ ബി ദേർ. വീണയ്ക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഞാൻ പൊക്കോളാം. കുഞ്ഞിനെ ഞാൻ ചൂട് കൊടുത്താൽ മതിയല്ലോ. നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയുന്നേ? ചികിത്സാ രീതി നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അച്ഛനും അമ്മയും ചെയ്യേണ്ട കാര്യങ്ങള്
അല്ല നിങ്ങൾ എങ്ങനെയാ ചെയ്യുന്നേ? വീണ, കുഞ്ഞിന്റെ കാര്യമല്ലേ, അതിന് ഒരു കുറവും വരാതെ നമ്മൾ നോക്കണ്ടേ? ഇത് കുറച്ചു നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. എന്നെ കൊണ്ട് പറ്റില്ല. എടാ, അവളെ നിർബന്ധിക്കണ്ട. ഏതായാലും കുഞ്ഞിന്റെ അച്ഛന് ചെയ്യാന്നല്ലേ ഡോക്ടർ പറഞ്ഞു. വാ, നമുക്ക് പോയി ചോദിച്ചു നോക്കാം. നീ വാ. എന്തെന്ന് ബെനിച്ചതൊക്കെ? നീ ഒന്ന് സമാധാനിക്ക അലീസേ, എല്ലാം ശരിയാവും. ആ ഷർട്ട് ഊരിയിട്ട് അവിടെ ഇരുന്നോളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.